നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഈ അരമണിക്കൂറിലെ പ്രത്യേക പരിപാടിയിലേക്ക്. മലയാള സിനിമാ ലോകത്ത് വീണ്ടും ഒരു താരദാമ്പത്യം കൂടി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി പലപ്പോഴും കേൾക്കുന്ന വാർത്തയാണ്. ഓൺലൈൻ മീഡിയകളിൽ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട വാർത്തകളാണ്. പക്ഷേ ആ വാർത്തകൾക്കെല്ലാം ഇന്ന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ദിലീപും കാവ്യമാധവനും വെള്ളിത്തിരയ്ക്കപ്പുറം ജീവിതത്തിൽ ഒരുമിക്കുകയാണ്. കൊച്ചിയിൽ നടന്ന വളരെ ലളിതമായ ചടങ്ങിൽ മലയാള സിനിമയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് ഇരുവരും പുതിയ ജീവിതത്തിലേക്ക് ചുവടുവയ്ക്കുന്നത്. ഒരു സിനിമാ കഥ പോലെ തന്നെയായിരുന്നു മലയാളത്തിന്റെ പ്രിയ താരജോഡികളുടെ വിവാഹവും. ദിലീപ് മഞ്ജു വാര്യരെ വിവാഹം കഴിച്ചത്. എന്നാൽ 16 വർഷം നീണ്ടുനിന്ന ആ ബന്ധം 2014 അവസാനിക്കുകയായിരുന്നു. ഗോസിപ്പുകാരുടെ ആക്രമണങ്ങൾക്ക് നിരവധി തവണ ഇരകളായിട്ടുള്ളതിനാൽ സുപ്രധാന തീരുമാനം ഇരുവരും രഹസ്യമായി സൂക്ഷിച്ചു. ഇന്നലെ രാത്രിയോടെയാണ് അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. കൊച്ചി വേദാന്ത ഹോട്ടലിൽ 9:30-നും 10:30-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ദിലീപ് കാവ്യയ്ക്ക് താലി ചാർത്തി. തികച്ചും ലളിതമായ ചടങ്ങിലേക്ക് മലയാള സിനിമ ഒന്നടങ്കം ഒഴുകിയെത്തി. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. ക്യാമറമാൻ അനീഷ് തോട്ടേക്കാടിനൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ദിലീപും കാവ്യമാധവനും ജീവിതത്തിലും ഒരുമിക്കുമ്പോൾ ദിലീപിനൊപ്പം എപ്പോഴും മീനാക്ഷിയുണ്ട്. ദിലീപിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലൊക്കെ പല സംഭവങ്ങളിലും മീനാക്ഷി എന്ന തൻ്റെ മകളുടെ പിന്തുണ എപ്പോഴും തനിക്കൊപ്പമുണ്ടെന്ന് ദിലീപ് പറഞ്ഞിരുന്നു. ആ വിശ്വാസം ദിലീപിന് എപ്പോഴും ഉണ്ടായിരുന്നു. ഒടുവിൽ ഈ നിർണായകമായ തീരുമാനമുണ്ടാകുമ്പോഴും തൻ്റെ മകളുടെ പൂർണ്ണ പിന്തുണ ഈ തീരുമാനത്തിന് പിന്നിൽ ഉണ്ട് എന്ന് ദിലീപ് പ്രതികരിച്ചിരുന്നു. മീനാക്ഷിയുടെ പ്രതികരണത്തിലും അത് വ്യക്തമാണ്. തൻ്റെ അച്ഛനൊപ്പം താൻ എപ്പോഴും ഉണ്ട് എന്ന പ്രതികരണം. ദിലീപ് മഞ്ജു വാര്യരെ വിവാഹം കഴിച്ചത്. എന്നാൽ 16 വർഷം നീണ്ടുനിന്ന ആ ബന്ധം 2014 അവസാനിക്കുകയായിരുന്നു. കാവ്യയാകട്ടെ 2009 വിദേശ മലയാളിയായ നിഷാലിനെ വിവാഹം ചെയ്തെങ്കിലും അധികം വൈകാതെ ആ ബന്ധം തകർന്നു. ദിലീപും കാവ്യയും ഒരുമിച്ചഭിനയിച്ച ചിത്രങ്ങൾ വൻ ഹിറ്റുകളാവുകയും തുടർന്ന് ഇരുവരും വിവാഹം കഴിക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു. ഏറെ സമയം നീണ്ടെങ്കിലും അച്ഛൻ ദിലീപിനെ പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്ന മകൾ മീനാക്ഷിയുടെ നിർബന്ധം കൂടിയാണ് ഒടുവിൽ പൊടുന്നനെ നിശ്ചയിക്കപ്പെട്ട ഈ താരവിവാഹത്തിന് പിന്നിൽ. നേരത്തെ ഇരുവരും വിവാഹിതരാകുന്നു എന്ന വാർത്തകൾ വന്നപ്പോൾ ദിലീപും കാവ്യയും അതിനോട് പ്രതികരിച്ചിരുന്നില്ല. തീരുമാനമെടുക്കുകയാണെങ്കിൽ എല്ലാവരെയും താൻ തന്നെ വിവരമറിയിക്കുമെന്ന് ദിലീപ് തന്നെ വ്യക്തമാക്കുകയും ഉണ്ടായി. ഒടുവിൽ അടുത്ത ദിവസങ്ങളിൽ നടന്ന കൂടിയാലോചനകളാണ് വിവാഹം യാഥാർത്ഥ്യമാക്കിയത്. സോഷ്യൽ മീഡിയയിലുമൊക്കെയായി കഴിഞ്ഞ കുറേ കാലങ്ങളായി പലതരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും അതിനോടൊന്നും ദിലീപോ കാവ്യമാധവനോ ഒരു തരത്തിലും പ്രതികരിക്കുണ്ടായിട്ടില്ല.
ഒരിടയ്ക്ക് തൻ്റെ കാര്യത്തിൽ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിർണായക തീരുമാനങ്ങളുണ്ടെങ്കിൽ അത് താൻ നേരിട്ട് തന്നെ പറയുമെന്ന് ഒടുവിൽ പറയുകയും ചെയ്തു ദിലീപ്. എന്തായാലും വിവാഹശേഷം ദിലീപും കാവ്യ മാധവനും മാധ്യമങ്ങളോട് മനസ്സ് തുറന്നു. എങ്ങനെയാണ് താൻ ഈ തീരുമാനത്തിലേക്ക് എത്തിയത്, എന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ ദിലീപ് വിശദീകരിക്കുകയുണ്ടായി. എപ്പോഴും തൻ്റെ പ്രിയ പ്രേക്ഷകരുടെ പിന്തുണ തനിക്ക് വേണമെന്ന്, തങ്ങൾക്ക് വേണമെന്ന് ദിലീപും കാവ്യ മാധവനും ഒരുമിച്ച് പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾ നല്ലൊരു ജീവിതം ഉണ്ടാവാൻ നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ എന്താ പറയുക, കൂടുതലും ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും വളർത്തുന്ന മലയാളി പ്രേക്ഷകരോടും മീഡിയാസിനോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടാണ്. നെഗറ്റീവ് റിപ്പോർട്ട്സുകളും കാര്യങ്ങളും പറയാതിരിക്കുക. എന്ന് വെച്ചാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവരോട് ഞങ്ങൾക്ക് അത് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എല്ലാ വിഷയങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു 2-3 വർഷമായിട്ട് ഞങ്ങളിങ്ങനെ ഒരുമിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ നമുക്കൊരു കൂട്ട് വേണം എന്നൊക്കെയുള്ളൊരവസ്ഥ വന്നപ്പോൾ എൻ്റെ മകളും അമ്മയും സഹോദരങ്ങളും കൂട്ടുകാരും മറ്റുള്ള വീട്ടുകാരും ഒക്കെ കൂടി ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഒരു കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് തീരുമാനിച്ചു. അപ്പോൾ 10-20 സിനിമ ഒരുമിച്ച് ചെയ്തു എന്നുള്ളൊരു കുറവ് അല്ലെങ്കിൽ കുറ്റം മാത്രമേ ചെയ്തുള്ളൂ. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് അഭിനയിച്ച ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളൊന്നും സത്യസന്ധമായിട്ട് ഇവളുടെ പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശക്തമായിട്ട് ഒരു തീരുമാനമെടുത്തത്. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ പേരിൽ ബലിയാടായ ഒരാളെ തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ മകൾക്ക് അത് 100% ഒന്ന് താത്തി അവർക്ക് കാണാൻ പറ്റും. മകൾക്ക് പൂർണ്ണ സമ്മതത്തോടുകൂടി കാവ്യയുടെ വിഷയങ്ങൾ സംസാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചു. ഇതെല്ലാം വിതിൻ ഡേയ്സ് എന്ന് പറയുന്ന പോലെ ഉണ്ടായതാണ്. ഇപ്പോൾ പല പടങ്ങളും എൻ്റെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എന്നും ഞങ്ങളുടെ കല്യാണം കുറേ കാലമായിട്ട് 2 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മീഡിയാസിനെ വിളിച്ചു വരുത്തി നിങ്ങളോട് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അത് ഞാൻ ചെയ്തു. ഒരു തീരുമാനം ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടാണ് എടുത്തത്. അതാണ് ഇത്രയും ലളിതമായ ഒരു ചടങ്ങിൽ നമ്മളിങ്ങനെ ഒരു കല്യാണം നടത്തിയത്. എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, നല്ലൊരു ജീവിതം ഉണ്ടാവണം. ഞങ്ങൾക്ക് 2 പേർക്കും അത് ആവശ്യമാണ്. 3 പേരാണ്. സോറി, അയ്യോ 3 അല്ല 4 ഉണ്ട്, ഒരു അമ്മയും കൂടി ഉണ്ട്. അമ്മയും. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നണം ആൾക്കാർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നണു. അല്ലാതെ ഇങ്ങനെ ഇത്രയും കൂടുതൽ കല്യാണം ആരെയും കഴിപ്പിച്ചിട്ടില്ല ആൾക്കാർ. അതുകൊണ്ട് ഇത് നടന്നു അല്ലേ. സന്തോഷം. കാരണം നിങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഒളിച്ചു കളിയോ അല്ലെങ്കിൽ ഒളിച്ചു കല്യാണമോ കാരണം ഒരു തീരുമാനമെടുത്തു. അത് കേരളത്തിലെ എല്ലാവരും കാണണം, അത് പറയാനുള്ള. കാരണം എന്നെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ കാവ്യം നിലനിർത്തുന്നത് എല്ലാം ഇവിടുത്തെ പ്രേക്ഷകരാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ വിളിച്ചു, നിങ്ങളിത് ജനങ്ങളെ കാണിച്ചു. അപ്പോൾ ജനങ്ങളുടെയും മീഡിയാസിൻ്റെയും ഫുൾ സപ്പോർട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാവണം.